9ാം ക്ലാസ് ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഇക്വേഷൻസ് ഓഫ് മോഷൻ ചലന സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ വെറും 35 മിനിറ്റ് കൊണ്ട് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് പഠിച്ചെടുക്കാൻ പോവാണ്. ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് കാണേണ്ടത്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക, ഓരോ ചോദ്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചുകൂടാ, പരീക്ഷയിൽ അതൊക്കെ വരും. അപ്പോൾ മക്കളെ, അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല, നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവാണ്. ആകെ ഒരൊറ്റ കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ആക്ച്വലി യൂസ്ഫുൾ ആയാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട, കമന്റ് ബോക്സിൽ ഒരു കമന്റെങ്കിലും ഇടാൻ മറക്കണ്ട. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ള സാധനമാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ്, ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം. വളരെ സിമ്പിളായിട്ട് വരാണ്, ഒരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒരു സൈക്കിൾ ഓടിച്ചൊരു കുട്ടി ആദ്യം വീട്ടിൽ പോയി, വീട്ടിൽ നിന്ന് മരത്തിലേക്ക് പോയി. ഓക്കെ, എന്താണെന്ന് ചോദിക്കരുത്, അങ്ങനെ പോയി. അങ്ങനെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ആക്ച്വലി സഞ്ചരിച്ച പാതയുടെ ലെങ്ത് വിച്ച് ഈസ് 4 മീറ്ററും 3 മീറ്ററും ചേർന്നാൽ കിട്ടുന്ന സാധനം എന്താണ്? അതാണ് ഡിസ്റ്റൻസ്. സോ ഡിസ്റ്റൻസ് അഥവാ ഇവൻ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 4 + 3 7 മീറ്റർ ആണ്. എന്നാൽ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ഇത്രയേ ഉള്ളൂ. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതിനൊരു നീളം ഉണ്ടാവില്ലേ? അതെത്രയാ? നമ്മൾ കാണാം 5 മീറ്റർ എന്ന്. ആ 5 മീറ്ററാണ് അവൻ്റെ ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം. ഇത്രയുള്ള സംഗതി. അപ്പോൾ ആക്ച്വലി സഞ്ചരിച്ച ദൂരമാണ് ദൂരം അഥവാ ഡിസ്റ്റൻസ്, അകലെന്ന് വിളിക്കാറുണ്ട് കേട്ടോ. എന്നാൽ ഇനീഷ്യൽ നിന്ന് ഫൈനലിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതിൻ്റെ നീളമാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡെഫിനിഷൻ വെറുതെ നോക്കാം. ഡിസ്റ്റൻസ് ഇസ് ദി ആക്ച്വൽ ലെങ്ത് ഓഫ് പാത്ത് കവേർഡ് ബൈ എ ബോഡി. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ യഥാർത്ഥ നീളമാണ് ദൂരം അഥവാ ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദി സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. ഇത്രയുള്ള സംഗതി അല്ലേ. രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേരേഖ അകലം ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രതിപദിക്കുന്നതാണ് സ്ഥാനാന്തരം എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ, ഡിസ്പ്ലേസ്മെന്റ് ചിഹ്നം ഇനി മുതൽ പഠിച്ചു വെക്കുക. എസ് ആണ്. ഡിസ്റ്റൻസിന്റെ ചിഹ്നം എന്താണ്? ഡിസ്റ്റൻസ് നമ്മൾ ഡി വെച്ചിട്ടാണ് കാണിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ, വിച്ച് ഈസ് ഓൾസോ ദി യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലും മീറ്ററിലാണ് പറയുക, ഡിസ്റ്റൻസ് ആണെങ്കിലും അതിൻ്റെ എസ് യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ ആണ്. ആ ഒരു കാര്യത്തിൽ ഇവർ തമ്മിൽ ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഈ സിമ്പിൾ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. മാത്രമല്ല, ഈ ഡിസ്പ്ലേസ്മെന്റിൽ വേറൊരു എക്സ്ട്രാ കാര്യം കൂടെ. ഡിസ്പ്ലേസ്മെന്റിൽ അവർ പറയുന്നുണ്ട് ഒരു ഡെഫിനിറ്റ് ഡയറക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഒരു ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ എക്സാമിൽ ചോദിക്കും, 2 ചോദ്യങ്ങൾ വരും. ഇസ് ഡിസ്റ്റൻസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ഓർ വെക്ടർ ക്വാണ്ടിറ്റി? ദൂരം ഒരു അദിശ അളവാണോ അത് അല്ലെങ്കിൽ സദിശ അളവാണോ എന്ന് ചോദിക്കും. ഒരു ദൂരം അഥവാ ഡിസ്റ്റൻസിന് ഡയറക്ഷനോ? ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ആണ് സ്കെയിലാർ, ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റീസ് ആണ് വെക്ടർ. സോ ഡിസ്റ്റൻസ് ഒരു അദിശ അളവാണ്, ദിശയില്ലാത്ത അളവാണ്. എന്നാൽ ഈസ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഓർ സ്കെയിലാർ? ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരത്തിന് ഡയറക്ഷൻ ഉണ്ടോ? തീർച്ചയായും ഡയറക്ഷൻ ഉണ്ട്. ഇനീഷ്യൽ പൊസിഷൻ ഇവിടെയാണ്, ഫൈനൽ പൊസിഷൻ ഇവിടെയാണെങ്കിൽ ഇനീഷ്യൽ നിന്ന് ഫൈനലിലേക്ക് ആണ് ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഈ എക്സാമ്പിൾ വെച്ച് എന്ത് പറയണം? എ ടു സി, എയിൽ നിന്ന് സിയിലേക്ക് എന്ന് പറയാൻ പറ്റണം, പറയും. ഓക്കെ, കാരണം ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, ഒരു സദിശ അളവാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ആണ്. ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, ഡയറക്ഷൻ ഇല്ലാത്ത അദിശ അളവാണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ഡയറക്ഷൻ ഉണ്ട്, ഒരു സദിശ അളവാണെന്നുള്ള കാര്യം ചോദിക്കും. അപ്പം വൃത്തിക്ക് അങ്ങോട്ട് ഉത്തരം കൊടുക്കാം. അടുത്ത പഠിക്കാനുള്ളത് സ്പീഡ് ആൻഡ് വെലോസിറ്റിനെ പറ്റിയാണ്. വേഗതയും പ്രവേഗവും. ഇത്രയുള്ള സംഗതി. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയം, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അഥവാ സ്ഥാനാന്തരമായി സമയം, അതാണ് പ്രവേഗം. അപ്പൊ ആകെയുള്ള വ്യത്യാസം എന്താ? താഴെ സെയിം ആണ്. സ്പീഡാണ് വെലോസിറ്റി ആണ്, താഴെ സെയിം ആണ്, ടൈം തന്നെയാണ്. സ്പീഡ് ആകുമ്പോൾ മുകളിൽ ഡിസ്റ്റൻസ് വരും, വെലോസിറ്റി ആകുമ്പോൾ മുകളിൽ ഡിസ്പ്ലേസ്മെന്റ് വരും അല്ലേ. വേഗതയാണ് മുകളിൽ ദൂരം വരും, പ്രവേഗമാണ് മുകളിൽ സ്ഥാനാന്തരമായിരിക്കും വരും. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിൾ സിമ്പിൾ ചോദ്യമൊക്കെ വരാം ഇത് വെച്ചിട്ടുള്ള. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഹോൾ ജേർണി ടേക്സ് 1 സെക്കൻഡ്. നേരത്തെ ചോദ്യത്തിൽ ഈ മൊത്തം ജേർണിക്ക് 1 സെക്കൻഡ് ആണ് എടുക്കുകയെങ്കിൽ വാട്ട് ഈസ് സ്പീഡ്, വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി എന്താണ്, സ്പീഡ് എന്താണ്? അത് നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം, വേഗത കണ്ടുപിടിക്കാം. ദൂരം ബൈ സമയം, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. വാട്ട് ഈസ് ഡിസ്റ്റൻസ്? ഇവൻ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ഇത്രയോ? 4 മീറ്ററും 3 മീറ്ററും 7 മീറ്റർ ആണുള്ളത്. 7 മീറ്റർ ഡിവൈഡ് ബൈ ടൈം ഓൾറെഡി പറയുന്നുണ്ട് 1 സെക്കൻഡ് ആണ്. 1 സെക്കൻഡ്. സോ ദി ആൻസർ ഈസ് 7. 7/1 എന്ന് പറഞ്ഞാൽ 7. യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഉണ്ടാവും. ദാറ്റ് ഈസ് സ്പീഡ്. അപ്പോൾ സ്പീഡ് എളുപ്പത്തിൽ കിട്ടും. ജസ്റ്റ് ഡിസ്റ്റൻസ് എടുക്കുക, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് പരിപാടി തീർക്കുക. വെലോസിറ്റി, പ്രവേഗം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡിസ്പ്ലേസ്മെന്റ് എടുക്കുക, സ്ഥാനാന്തരം എടുക്കുക. ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരുന്നു? 5 മീറ്റർ ആയിരുന്നു. അപ്പോൾ 5 മീറ്റർ ഡിവൈഡ് ബൈ ടൈം സെയിം ആണ്, 1 സെക്കൻഡ്. ആക്ച്വലി എടുത്ത ടൈം തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. 5/1, 5 5 മീറ്റർ പെർ സെക്കൻഡ്. കഴിഞ്ഞ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പോൾ
സ്പീഡും വെലോസിറ്റിയും ചോദിച്ചാൽ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, ഈ ഫോർമുല ഉപയോഗിക്കുക, പരിപാടി അങ്ങോട്ട് തീർക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷൻ ഉണ്ട് അല്ലേ? എന്താ ഡയറക്ഷൻ? A to C ആണ് അല്ലേ? അപ്പോൾ വെലോസിറ്റിക്കും ഡയറക്ഷൻ ഉണ്ടാവും. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി വെലോസിറ്റി എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഒരു സദിശ അളവാണ്. വെലോസിറ്റിക്കും ഡയറക്ഷൻ ഉണ്ടാവും. എന്തായിരിക്കും ഡയറക്ഷൻ? ഡിസ്പ്ലേസ്മെന്റ് സെയിം ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് എയിൽ നിന്ന് സിയിലേക്കല്ലേ, അപ്പോൾ വെലോസിറ്റിയും A to C എന്നങ്ങോട്ട് പറയാം. അത്രേ ഉള്ളൂ പരിപാടി, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഓക്കെ. പക്ഷേ വീണ്ടും സ്പീഡിൻ്റെ കാര്യത്തിൽ ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, ഒരു അദിശ അളവാണ്. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പീഡ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷനിൽ അദിശ അളവ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കുക. സിമ്പിൾ ചോദ്യമൊക്കെ വന്നാൽ ഉത്തരം കൊടുക്കണം. അടുത്ത പഠിക്കാനുള്ളത് യൂണിഫോം വെലോസിറ്റി, സമപ്രവേഗവും അതുപോലെ നോൺ യൂണിഫോം വെലോസിറ്റി, ആ സമപ്രവേഗവും തമ്മിലുള്ള വ്യത്യാസമാണ്. എക്സാമിൽ ഇതിന് ഡെഫിനേഷനൊക്കെ ഇതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് പഠിച്ചൊക്കെ നല്ലതായിരിക്കും. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു കാറ് നോക്കിക്കേ, 1 സെക്കൻഡ് ഈക്വൽ ടൈം ഇൻ്റർവെൽ ഞാൻ എടുത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഈക്വൽ ടൈം ഇൻ്റർവെൽ 1 സെക്കൻഡ് ഞാൻ എടുത്തിരിക്കുകയാണ്. നോക്കിക്കേ, ഇവർ ഓരോ സെക്കൻഡിലും എത്ര ഡിസ്റ്റൻസ് അഥവാ എത്ര ഡിസ്പ്ലേസ്മെന്റ് സഞ്ചരിക്കുന്നത്? ഇവിടെ 10 മീറ്റർ, 10 നിന്ന് 20ലേക്കും 10 മീറ്റർ, 20 30ലേക്കും 10 മീറ്റർ, 30 40ലേക്കും 10 മീറ്റർ, 40 50ലേക്കും 10 മീറ്റർ, 50 60ലേക്കും 10 മീറ്റർ. അതായത് ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഈക്വൽ സ്ഥാനാന്തരമാണെങ്കിൽ നമ്മൾ പറയും അവൻ യൂണിഫോം വെലോസിറ്റി ആണ്, അഥവാ സമപ്രവേഗത്താണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും ഉണ്ടാവും. അത്ര ഉള്ള ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. an object moving in same direction is in uniform velocity if the magnitude of അതിൻ്റെ പറഞ്ഞ വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ അറ്റ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഡിസ്പ്ലേസ്മെന്റും ഈക്വലുകളാണെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റി ആണ് അല്ലേ? ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ, സ്ഥാനാന്തരം തുല്യമായിരുന്നാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ്. ഡെഫിനേഷൻ പഠിച്ചു വെച്ചോ. എന്നാൽ വാട്ട് ഈസ് നോൺ യൂണിഫോം വെലോസിറ്റി? ടൈം ഇൻ്റർവെൽ ഈക്വൽ തന്നെ ആയിരിക്കും. 1 സെക്കൻഡ് തന്നെ ആയിരിക്കും. ടൈം ഇൻ്റർവെൽ ഈക്വൽ ആയിരിക്കും. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് നോക്കിക്കേ, 10 മീറ്റർ, 0 നിന്ന് 10ലേക്ക് 10 മീറ്റർ ആണ്, 10 നിന്ന് 30ലേക്ക് 20 മീറ്റർ ആണ്, 30 നിന്ന് 40ലേക്ക് 10 മീറ്റർ ആണ്, 40 നിന്ന് 60ലേക്ക് 20 മീറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടൈം ഇൻ്റർവെൽ ആണ്, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ അല്ല. ഇങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ നോൺ യൂണിഫോം വെലോസിറ്റി അഥവാ അസമപ്രവേഗം എന്ന് വിളിക്കും. ഡെഫിനേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. an object moving in same direction is in non uniform velocity if magnitude of displacement is, അവിടെ ഈക്വൽ ആയിരുന്നു, ഇവിടെ അൺഈക്വൽ ആണ്, അറ്റ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. മലയാളത്തിൽ സെയിം ആണ്. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന വസ്തു തുല്യ സമയ ഇടവേളകളിൽ ഉണ്ടാക്കുന്ന സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യമല്ലെങ്കിൽ അത് അസമപ്രവേഗത്തിലായിരിക്കും. അപ്പോൾ ടൈം ഇൻ്റർവെൽ ഈക്വൽ ആയിട്ട് തന്നെ എടുക്കണം എന്നുള്ള ഒരു ബോധ്യം വേണം. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചു നോക്കുക. നോൺ യൂണിഫോം വെലോസിറ്റിൻ്റെ അർത്ഥം വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ബേസിക്കലി അല്ലേ? വെലോസിറ്റി കൂടും കുറയും ചെയ്യുന്നുണ്ട്, അതാണ് നോൺ യൂണിഫോം വെലോസിറ്റി. വളരെ സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷെ പരീക്ഷയിൽ ഈ ഭാഷയിൽ പറഞ്ഞിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതി വെക്കാൻ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ അതോടെ സ്പീഡും വെലോസിറ്റിയും പരിപാടിയൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടുന്ന് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത പഠിക്കാനുള്ളതാണ് ആക്സിലറേഷൻ അഥവാ ത്വരണം. നമ്മുടെ ആക്സിലറേറ്റർ പെഡൽ ചവിട്ടുമ്പോൾ എന്താ സംഭവിക്കുക? വെലോസിറ്റി കൂടും അല്ലേ? ഈ വെലോസിറ്റിയുടെ ചേഞ്ച് ആണോ ആക്സിലറേഷൻ? അല്ല, വെലോസിറ്റിയുടെ ചേഞ്ച് അല്ല ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇസ് ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജെക്ട് ഇൻ യൂണിറ്റ് ടൈം അഥവാ ഒരു സെക്കൻഡിൽ, യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് ആട്ടോ, 1 സെക്കൻഡിൽ നടന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നും പറയാം നമുക്ക്. അതിനാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുക. അപ്പം ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലേ? പ്രവേഗമാറ്റം ഡിവൈഡഡ് ബൈ സമയമാണ് ത്വരണം എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ഡെഫിനിഷൻ എന്താണ്? ഒരു വസ്തുവിൻ്റെ യൂണിറ്റ് സമയത്തിലുണ്ടായ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് അഥവാ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ്, റേറ്റ് ആണ് എന്ത്? ആക്സിലറേഷൻ എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ഒബ്വിയസ്ലി വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഒരു സദിശ അളവായതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഓട്ടോമാറ്റിക്കലി എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡയറക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ള കാര്യം നമുക്ക് പഠിക്കാനില്ല. ആകെ പഠിക്കാനുള്ള എന്താ? ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ ഈ രീതിയിൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേറെ രീതിയിൽ പഠിച്ചു നോക്കും. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു എന്ന് എഴുതും. ഓക്കെ, വി മൈനസ് യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിയാണ്, അവസാനത്തെ പ്രവേഗമാണ്. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണോ? ആദ്യം ഒരു വെലോസിറ്റി ഉണ്ടായി, പിന്നെ വെലോസിറ്റി കൂടുകയോ കുറയോ ചെയ്യില്ലേ? മാറൂലേ? അപ്പോൾ ആദ്യത്തെ വെലോസിറ്റിയാണ് യു, അവസാനത്തെ വെലോസിറ്റിയാണ് വി, ഡിവൈഡ് ബൈ ടൈം തന്നെ നമ്മൾ ടി എന്ന് എടുക്കും. അപ്പോൾ ആക്സിലറേഷന് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. വി മൈനസ് യു ബൈ ടി ആണ് നമ്മൾ ആക്ച്വലി ഉപയോഗിക്കാൻ പോകുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ എന്തായാലും വരും. സിമ്പിളായിട്ട് പഠിച്ചുകൊണ്ട് ചെയ്തേക്കണം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വേണം വീഡിയോ പോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ആ രീതിയിൽ എല്ലാ ന്യൂമറിക്കൽസ് ഒന്ന് വീഡിയോ പോസ്റ്റ് സ്വന്തം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആൻസർ കാണുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ.
A car is moving along a straight road with an initial velocity of 10 meter per second. After 2 seconds, velocity becomes 20 meter per second. Calculate acceleration. ആദ്യത്തെ വെലോസിറ്റി ഇതാണ്. ടൈം 2 സെക്കൻഡിന് ശേഷം എന്താണ് 20 മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൂടുന്നു. അങ്ങനെയാണ് അവൻ്റെ ത്വരണം കണ്ടുപിടിക്കാനാണ് ചോദ്യം. സിമ്പിളാണ്. ആദ്യം തന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. ഇനീഷ്യൽ വെലോസിറ്റി u 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈനൽ വെലോസിറ്റി v എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈം തന്നിട്ടുണ്ട് 2 സെക്കൻഡ് ആണ്. ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ആക്സലറേഷൻ, ത്വരണം എത്രയാണ്? ഫോർമുല ചെയ്താൽ പരിപാടി തീർക്കുക, അത്രേ ഉള്ളൂ. a is equal to v minus u divided by t. v എത്രയാടോ? 20 മൈനസ് u എത്രയാടോ? 10 ഡിവൈഡ് ബൈ t എത്രയാടോ? 2. 20 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 10 ആണ് വരിക. 10 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ് വരിക. 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയുടെയും സ്പീഡിൻ്റെ യൂണിറ്റ് ആണ്. ആക്സലറേഷൻ്റെ ഒരു സെക്കൻഡ് സ്ക്വയറും കൂടി വരും. സോ ദി ആക്സലറേഷൻ ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതി വെച്ചാൽ പരീക്ഷയിൽ എന്താണ് ഫുൾ മാർക്കും അങ്ങോട്ട് കിട്ടും. സിമ്പിൾ. ഓക്കെ, അപ്പോൾ ആക്സലറേഷനും അതിൻ്റെ ഇക്വേഷനും അതിൻ്റെ ന്യൂമറിക്കൽ മനസ്സിലായി. ഈ ആക്സലറേഷൻ നേരെ ഓപ്പോസിറ്റ് സാധനമുണ്ട്, അതാണ് റിട്ടാർഡേഷൻ അഥവാ മന്ദീകരണം. നമ്മൾ കാറിന് ആക്സിലേറ്റർ പെഡൽ ചവിട്ടിയാൽ വെലോസിറ്റി കൂടും അല്ലേ, അതിനാണ് നമ്മൾ പോസിറ്റീവ് ആക്സലറേഷൻ അഥവാ വെറും ആക്സലറേഷൻ എന്ന് വിളിക്കും. എന്നാൽ നമ്മൾ ബ്രേക്ക് പെഡൽ ചവിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വെലോസിറ്റി കുറയുകയാണ് ചെയ്യുക, ഒരു 0 അവസാനം. ഈ വെലോസിറ്റി കുറയുന്ന പരിപാടിനെ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നമുക്കതിനെ നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആ നെഗറ്റീവ് ആക്സലറേഷൻ വരെ നമുക്ക് വിളിക്കേണ്ട മറ്റൊരു പേരാണ് റിട്ടാർഡേഷൻ അഥവാ മന്ദീകരണം. രണ്ട് സെയിം ആണ്. നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാലും റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണെന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടും പരീക്ഷ ചോദ്യം വരും. ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക. ദ വെലോസിറ്റി ഓഫ് ആൻ ഓബ്ജെക്ട് റെഡ്യൂസസ് ഫ്രം 50 മീറ്റർ പെർ സെക്കൻഡ് ടു 30 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി കുറയുക ചെയ്യണം. ബ്രേക്ക് ചവിട്ടി 50 ഈ 30 കുറഞ്ഞു. ഇൻ 5 സെക്കൻഡ്. വാട്ട് ഈസ് ആക്സലറേഷൻ, വാട്ട് ഈസ് റിട്ടാർഡേഷൻ? ത്വരണവും മന്ദീകരണവും കണ്ടുപിടിക്കണം. വീഡിയോ പോസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. സെയിം ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. ആക്സലറേഷൻ ഇക്വേഷൻ എന്താ? a is equal to v minus u by t. ഓക്കെ, വാട്ട് ഈസ് v? ഫൈനൽ വെലോസിറ്റി എത്രയാ? ഫൈനൽ വെലോസിറ്റി 30 ആണ്. എപ്പോഴും ഫൈനൽ വെലോസിറ്റി കൂടുതലാണെന്നില്ല. 50 30 കുറയുമ്പോൾ 30 ആണ് ഫൈനൽ വെലോസിറ്റി. 30 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 50 ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? 5 സെക്കൻഡ്. ഓക്കെ, 50ൻ്റെയും 30ൻ്റെയും വ്യത്യാസം 20 ആണ്. പക്ഷെ 30 മൈനസ് 50 ആയതുകൊണ്ട് മൈനസ് 20 ആണ് മുകളിൽ വരിക. ഡിവൈഡ് ബൈ 5. 20 ബൈ 5 എന്ന് പറഞ്ഞാൽ 5 × 4 ആണ് 20. സോ മൈനസ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ കിട്ടുക. അപ്പോൾ ആക്സിലറേഷൻ സാർ മൈനസ് എന്ന് എഴുതിയ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് വരേണ്ടത് അല്ലേ? ആലോചിച്ച് നോക്ക്, വെലോസിറ്റി കുറയുമ്പോൾ ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതിയില്ലെങ്കിൽ അത് തെറ്റ്. എന്നാൽ റിട്ടാർഡേഷൻ ചോദിക്കുമ്പോൾ, റിട്ടാർഡേഷന് ഫുള്ള് റിട്ടാർഡേഷൻ മന്ദീകരണം തന്നെ എഴുതണം. ഞാൻ 6 എന്ന് എഴുതിയെന്നുള്ളൂ. റിട്ടാർഡേഷൻ പറയുമ്പോൾ നിങ്ങൾ മൈനസ് ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ റിട്ടാർഡേഷൻ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്, ആക്സിലറേഷൻ നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം. അപ്പോൾ വീണ്ടും മൈനസ് അവിടെ പറയേണ്ട ആവശ്യമില്ല. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇങ്ങനെ റിട്ടാർഡേഷൻ മന്ദീകരണമൊക്കെ ചോദിച്ചാൽ എളുപ്പത്തിൽ അങ്ങോട്ട് പറഞ്ഞോണം. ഒരു കോംപ്ലിക്കേഷനും അതിലില്ല. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് യൂണിഫോം ആക്സിലറേഷനും. ആക്സിലറേഷൻ തന്നെ യൂണിഫോം ആക്സിലറേഷൻ ഉണ്ട്. ജസ്റ്റ് ലൈക്ക് വെലോസിറ്റി യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി ഉണ്ടായിരുന്നില്ലേ, അതേപോലെ ആക്സിലറേഷൻ യൂണിഫോം ആക്സിലറേഷൻ ഉണ്ട്, നോൺ യൂണിഫോം ആക്സിലറേഷൻ ഉണ്ട്. ഓക്കെ, യൂണിഫോം ആക്സിലറേഷൻ ഉണ്ട്, നോൺ യൂണിഫോം ആക്സിലറേഷൻ ഉണ്ട്, രണ്ടും ഉണ്ട്. സമത്വരണമുണ്ട്, അസമത്വരണമുണ്ട്. എന്താ വ്യത്യാസം? ഇവിടെ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഈക്വൽ ടൈം ഇൻ്റർവൽ എടുക്കുക. 2 സെക്കൻഡോ 1 സെക്കൻഡോ, ഇവിടെ 2 സെക്കൻഡ് എടുത്തുന്നുള്ളൂ അല്ലേ? 2 സെക്കൻഡ് ഈക്വൽ ടൈം ഇൻ്റർവൽ എടുക്കുക. എന്നിട്ട് വെലോസിറ്റിയിൽ വ്യത്യാസം ഉണ്ടോ നോക്കാം. വെലോസിറ്റിയിൽ 0 ന്ന് 4ലേക്ക് 4, 4 ന്ന് 8ലേക്ക് വീണ്ടും 4, 8 ന്ന് 12ലേക്ക് വീണ്ടും 4. ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണെങ്കിൽ, ഈക്വൽ വെലോസിറ്റി അല്ല, ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ കഴിഞ്ഞു. അത്രേ ഉള്ളൂ പരിപാടി. അത്രയും പഠിച്ചു വെക്കുക, പരിപാടി തീർന്നു. ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ യൂണിഫോം ആക്സിലറേഷൻ ഇഫ് ദി റേറ്റ് ഓഫ് ചേഞ്ച്, റേറ്റ് അല്ല, ടെക്സ്റ്റ് ബുക്കിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഇഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, കേട്ടോ അതാണ് കറക്റ്റ്, ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ അറ്റ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഇത്രയുള്ള പരിപാടി. ഒരു വസ്തുവിൻ്റെ പ്രവേഗ മാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ അത് സമത്വരണമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൻ്റെ നേരെ തിരിച്ചാണെങ്കിൽ, ദാറ്റ് ഇസ് ടൈം ഇൻ്റർവെൽ സെയിം തന്നെ പിടിക്കുക, പക്ഷേ വെലോസിറ്റിയിലെ ചേഞ്ച് സെയിം അല്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ നോക്ക്, ഇവിടുന്ന് 0 ന്ന് 2ലേക്ക് 2 ആണ്, 2 ന്ന് 5ലേക്ക് 2 അല്ല 3 ആണ്, 5 ന്ന് 11ലേക്ക് 6 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താ? വേറെ വേറെ ആണ് അല്ലേ? പ്രവേഗ മാറ്റം വേറെ വേറെ ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? അതിനെ നമ്മൾ നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് വിളിക്കും. ബട്ട് ഇഫ് ദ റേറ്റ് അല്ല, കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ തെറ്റുണ്ട്, ബട്ട് ഇഫ് ദ ചേഞ്ച് ഓഫ് വെലോസിറ്റി, ബട്ട് ദ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജെക്ട് വേരീസ്, അല്ല അൺഈക്വൽ എഴുതി വെക്കുക കേട്ടോ, ഡിഫറൻ്റ്ലി അറ്റ് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, ദെൻ ഇറ്റ് ഇസ് നോൺ യൂണിഫോം ആക്സിലറേഷൻ എല്ലാവരും പഠിച്ചു വെക്കുക. എന്നാൽ ഒരു വസ്തുവിൻ്റെ പ്രവേഗ മാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമായിരുന്നാൽ അത് അസമത്വരണത്തിലാണെന്ന് നമ്മൾ പറയും.
സിമ്പിൾ. അപ്പോൾ ഇത് ഡെഫിനേഷൻ ഒന്ന് പഠിച്ചോ. പരീക്ഷയിൽ ഒന്നെങ്കിൽ യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി, അല്ലെ ഇതിൻ്റെ ഡെഫിനേഷൻ ചോദിക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. പഠിച്ചു വെച്ചാൽ എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റും. അടുത്ത പഠിക്കാനുള്ളത് ഈ സേഫ്റ്റി സയൻസും റോഡ് മാർക്കിങ്സും ആണ്. ഇവിടുന്ന് പരീക്ഷയിൽ ഒരു 2 മാർക്സിൻ്റെ ചോദ്യം എന്തായാലും എക്സ്പെക്ട് ചെയ്തോളൂ, പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഈ സേഫ്റ്റി സയൻസ്, സുരക്ഷാ സൈനുകൾ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് മാൻഡേറ്ററി സയൻസ്, മലയാളത്തിൽ മാൻഡേറ്ററി സയൻസ് ആണ്. മാൻഡേറ്ററി സയൻസ് എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. പിന്നെ കോഷണറി സയൻസ് അഥവാ വാർണിംഗ് സയൻസ് ആണ്, നമ്മളൊരു എന്തോ പ്രശ്നമുണ്ട് സൂക്ഷിക്കണം എന്നുള്ള കാര്യം. പിന്നെ ഇൻഫോർമേഷൻ തരുന്ന സയൻസ്, ഇൻഫോർമേറ്ററി സയൻസ്. മാൻഡേറ്ററി സയൻസ് നിർബന്ധമായി ഫോളോ ചെയ്യേണ്ട സർക്കിളിലായിരിക്കും കൊടുക്കുക. കോഷണറി സയൻസ്, വാർണിംഗ് സയൻസ് എപ്പോഴും ട്രയാങ്കിളിലായിരിക്കും. ഇൻഫോർമേഷൻ എപ്പോഴും ഈ സ്ക്വയർ പോലത്തെ അല്ല റെക്ടാങ്കിൾ പോലത്തെ രീതിയിലായിരിക്കും കൊടുക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൻ്റെ എക്സാമ്പിളുകൾ പഠിച്ചു വെക്കണം. ഫസ്റ്റ് മാൻഡേറ്ററി സയൻസിൻ്റെ എക്സാമ്പിൾസ് സിമ്പിളാണ്. നോ പാർക്കിംഗ്, നോ ബൈസിക്കിൾ, നോ ഹോൺ. ഇത് കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കാണുമ്പോൾ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് പിന്നെ നോ എയറോപ്ലെയിൻ ഒന്നും ആയിരിക്കില്ലല്ലോ, മനസ്സിലാക്കിയാൽ മതി. കോഷണറി സൈന് ഹമ്പ് വരാൻ പോവാണ്. നാരോ ബ്രിഡ്ജ്, ഓക്കെ, ഇടുങ്ങിയ പാലം. പിന്നെ സ്കൂൾ ഹെഡ്. ഇതാണ് കോഷണറി അഥവാ വാർണിംഗ് സയൻസ്. ഇവിടെ വാർണിംഗ് ആണ്, സ്ലോ ആക്കണം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻഫോർമേറ്ററി സയൻസ്, പെട്രോൾ പമ്പ് കാണുമ്പോൾ മനസ്സിലാവും, പോലീസ് എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഹോസ്പിറ്റൽ, പ്ലസ് ചിഹ്നം വെച്ചിട്ട് എന്ത് വന്നാലും ഹോസ്പിറ്റലാണെന്നുള്ള രീതി മനസ്സിലാക്കാം. ഇതൊക്കെയാണ് ഇൻഫോർമേറ്ററി സയൻസ് എന്നുള്ളതിന് പഠിച്ചു വെക്കാം. ഇതുകൂടാതെ റോഡ് മാർക്കിങ്ങും 3 ടൈപ്പ് ഉണ്ട്, അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്ക്. സീബ്ര ക്രോസിംഗ് എല്ലാവർക്കും അറിയാം, അതിൽ കൂടി ക്രോസ് ചെയ്യാൻ പറ്റും. പിന്നെ വേർ വെഹിക്കിൾസ് ആർ നോട്ട് അലൗഡ് ടു ക്രോസ്. ഈ മഞ്ഞ കളർ നടുവിൽ വന്നു കഴിഞ്ഞാൽ വെഹിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പാടില്ല എന്നാണ് അർത്ഥം. എന്നാൽ നടുവിൽ വെള്ളം വന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മഞ്ഞയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാം. വേർ വെഹിക്കിൾസ് ആർ അലൗഡ് ടു ക്രോസ് ഇൻ എ കൺട്രോൾ മാനർ. അപ്പോൾ മഞ്ഞ നടുവിൽ വന്നാൽ വെഹിക്കിൾസ് ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കണം. അപ്പോൾ ഈ സേഫ്റ്റി സയൻസും റോഡ് മാർക്കിങ്സിന് ഒരു 1-2 മാർക്കിൻ്റെ ചോദ്യം പരീക്ഷയിൽ ഓൾമോസ്റ്റ് ഷുവറാണ്. ഒന്ന് നോക്കി വെച്ചേക്കും. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാഫുകളാണ്. അതിൽ തന്നെ ആദ്യം പഠിക്കാനുള്ളത് പൊസിഷൻ ടൈം ഗ്രാഫാണ്, സ്ഥാന സമയം ഗ്രാഫാണ്. എപ്പോഴും നമ്മൾ ടൈം എന്ത് ചെയ്യും, എക്സ് ആക്സിസിലായിരിക്കും കൊടുക്കുക. അപ്പോൾ ടൈം 0, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ് അനുസരിച്ച് പൊസിഷൻ, ഓക്കെ, പൊസിഷൻ നമ്മൾ വൈ ആക്സിസിലായിരിക്കും കൊടുക്കുക. സ്ഥാനം നമ്മൾ വൈ ആക്സിലും കൂടെ കൊടുക്കുക. അപ്പോൾ പൊസിഷൻ എന്താണ്, ആദ്യം 2 മീറ്റർ ആണ്, പിന്നെ അവൻ 3 മീറ്ററിലേക്ക് പോകുന്നു, 4 മീറ്ററിലേക്ക് പോകുന്നു, 5 മീറ്ററിലേക്ക് പോകുന്നു, 6 മീറ്ററിലേക്ക് പോകുന്നു, കുറേ നേരം 6 മീറ്ററിൽ വെറുതെ നിൽക്കുന്നു, പിന്നെ ബാക്കോട്ട് വരുന്നു, 5 മീറ്ററിൽ വരുന്നു, 4 മീറ്ററിൽ വരുന്നു എന്നാണ് ഈ ഒരു ഗ്രാഫ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് പരീക്ഷ ചോദ്യങ്ങൾ വരും. ഒന്ന് വരാൻ പോകുന്നതായിരിക്കും, ഒരു ഗ്രാഫ് തരും, എന്നിട്ട് അത് എന്തിൻ്റെ ഗ്രാഫാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ 4 ടൈപ്പ് ഗ്രാഫും കൂടെ പഠിച്ചു വെച്ചേക്കും. ഫസ്റ്റ് ടൈപ്പ് ഇതാ ഈ രീതിയിലുള്ള ഗ്രാഫ്, ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് അല്ലേ, പൊസിഷൻ മാറുന്നില്ല, 5 മീറ്റർ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, പൊസിഷൻ മാറുന്നില്ല, ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, നിശ്ചലാവസ്ഥയിലാണ്. പിന്നെ ഉള്ളത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. അത് യൂണിഫോം വെലോസിറ്റിൻ്റെ ഗ്രാഫാണ്. യൂണിഫോം വെലോസിറ്റി അഥവാ കോൺസ്റ്റന്റ് വെലോസിറ്റി, സമപ്രവേഗത്തിൻ്റെ ഗ്രാഫാണ്. സ്ട്രെയിറ്റ് ലൈനാണ് പൊസിഷൻ ടൈം ഗ്രാഫെങ്കിൽ. ഇങ്ങനത്തെ ഗ്രാഫാണ് ഈ പോസിറ്റീവ് ആക്സലറേഷൻ അഥവാ ഇൻക്രീസിംഗ് വെലോസിറ്റി ആണ്. ഇങ്ങനത്തെ ഗ്രാഫാണെങ്കിൽ നെഗറ്റീവ് ആക്സലറേഷൻ അഥവാ ഡിക്രീസിംഗ് വെലോസിറ്റി ആണ്. രണ്ടും എന്തല്ല, യൂണിഫോം ആക്സലറേഷൻ അല്ല, യൂണിഫോം വെലോസിറ്റി അല്ല, നോൺ യൂണിഫോം വെലോസിറ്റി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നോൺ യൂണിഫോം വെലോസിറ്റി അസമപ്രവേഗമാണ്. അപ്പോൾ എക്സാമിൽ ചോദിക്കുക, ഗ്രാഫൊക്കെ വന്നിട്ട് ഇത് സമപ്രവേഗമാണോ അസമപ്രവേഗമാണോ? സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയാണെങ്കിൽ സമപ്രവേഗമാണ്, അങ്ങനെ വളഞ്ഞിട്ടോ ഒടിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ അസമപ്രവേഗമാണ്, നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കാം, സിമ്പിൾ. അപ്പോൾ ഈ ഗ്രാഫുകളുടെ ടൈപ്പ് വെച്ചിട്ട് 1 മാർക്കിനോ 2 മാർക്കിനോ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉത്തരം കൊടുക്കുക. അതുകൂടാതെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് അങ്ങോട്ട് തരും. ഇതുപോലത്തെ ഡേറ്റൊക്കെ വന്നിട്ട് പൊസിഷൻ ടൈം ഗ്രാഫ് തരും, അല്ലെങ്കിൽ നിങ്ങളോട് വരയ്ക്കാൻ പറയും. വരയ്ക്കാൻ സിമ്പിളാണ്. എന്താണ് ടൈം 2, 4, 6, 8 എന്ന് വന്നു കഴിഞ്ഞാൽ 2, 4, 6, 8 എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുക. പൊസിഷൻ 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ 2 നോക്ക്, 2-ലെ 1 ആണെങ്കിൽ 2-ലെ നിങ്ങൾ 1 ഡോട്ട് വരിക. 4-ൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 ആയിരിക്കും ഉണ്ടാവുക. 4-ൽ 2 ആണ്, 4-ൽ 2 ഡോട്ട് വരിക അല്ലേ. 4-ൽ 2 ആയിട്ടുള്ള ഇടയിൽ ഒരു ഡോട്ട് വരയ്ക്കുക, രണ്ടിന് കണക്ട് ചെയ്ത് ഡോട്ട് വരയ്ക്കുക. ഈ വരയൊന്നും വരയ്ക്കണ്ട കേട്ടോ. പിന്നെ 6-ൽ 3 ആണെങ്കിൽ 6-ൽ 3 ആണെന്ന് കാണിക്കുക, ഡോട്ട് വരയ്ക്കുക. ഡോട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ജോയിൻ ചെയ്യുക. അങ്ങനെയുള്ള ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, എന്നിട്ട് പരീക്ഷയിൽ അത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരും എന്നുള്ളവരാണ്, അത് പഠിച്ചു നോക്കണം. പരീക്ഷയിൽ എന്തായാലും വരും. അപ്പോൾ ഒരു ഗ്രാഫ് തരും, നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഗ്രാഫ് ഇതാ ഇങ്ങോട്ട് വരച്ചിട്ട് അവർ നിങ്ങളോട് ചോദിക്കും, എവിടെ പോയി നമ്മുടെ ഗ്രാഫ് ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഈ ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ കുത്തൊക്കെ വരച്ചിട്ട് എന്നിട്ട് അവർ ഒന്നെങ്കിൽ തരും, അല്ലെങ്കിൽ നിങ്ങളോട് വരയ്ക്കാൻ പറയും. എന്നിട്ട് ചോദിക്കും, ഫ്രം ദി ഷേപ്പ് ഓഫ് ദി ഗ്രാഫ് ഒബ്റ്റെയിൻ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് വെലോസിറ്റി. എന്താണ് നേച്ചർ വെലോസിറ്റി? സമപ്രവേഗമാണോ അസമപ്രവേഗമാണോ? എടോ സ്ട്രെയിറ്റ് ലൈനാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ. ഇറ്റ് ഈസ് യൂണിഫോം വെലോസിറ്റി. മുകളിലേക്കോ താഴേക്കോ വളഞ്ഞിട്ടായിരുന്നെങ്കിൽ അത് നോൺ യൂണിഫോം വെലോസിറ്റി ആയതിനെ. അപ്പോൾ ആൻസർ എന്താണ്? സമപ്രവേഗമാണ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ 5 സെക്കൻഡ്സ്? 5 സെക്കൻഡ് കൊണ്ട് വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണെന്ന് കണക്കാക്കുക. എടോ 4 സെക്കൻഡും 6 സെക്കൻഡും ഇവിടെ ഉണ്ട്. 5 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നടുവിലായിരിക്കും, ഇവിടെ ആയിരിക്കും ഉണ്ടാവും അല്ലേ. ആ 5 സെക്കൻഡിൽ അവൻ്റെ പൊസിഷൻ എവിടെയാണ് നോക്കിയാൽ മതി. ആ 5 സെക്കൻഡിൽ മുകളിലേക്ക് പോവുക. അവൻ്റെ പൊസിഷൻ എന്തായിരിക്കും? വൈ ആക്സിസിൽ കിടപ്പുണ്ടാവും. വൈ ആക്സിൽ 2-ൻ്റെയും 3-ൻ്റെയും കൃത്യ ഇടയിൽ
എത്ര ആയിരിക്കും ഉണ്ടാവുക? 2.5 മീറ്റർ. അപ്പോൾ അവൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര 5 സെക്കൻഡിൽ? 2.5 മീറ്റർ. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ. വാട്ട് ഇസ് എ ടൈം ടേക്കൺ ടു ട്രാവൽ 1.5 മീറ്റർ? 1.5 മീറ്റർ സഞ്ചരിക്കാൻ അടുത്ത സമയത്തായിരിക്കും? സിമ്പിൾ. 1.5 മീറ്റർ പൊസിഷൻ ചെയ്ത് ഇവിടെ ആയിരിക്കും ഉണ്ടാവും കേട്ടോ. 1, 2, 1.5 ഇവിടെ ഉണ്ടാവും. 1.5ൻ്റെ ടൈം നോക്കുക. 1.5ൻ്റെ ടൈം 2ൻ്റെയും 4ൻ്റെയും കൃത്യം നടുവിൽ ജസ്റ്റ് 3 സെക്കൻഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ രീതിയിലുള്ള സിമ്പിൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അങ്ങോട്ട് ഉത്തരം കൊടുക്കണം. ഇതിലും ടഫായിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ വരും. അത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരിക. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ ട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി കാർ ഫ്രം എ ടു ബി ഇൻ ദ ഗ്രാഫ്? എടോ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ എവിടെയാണുള്ളത്, ബി എവിടെയാണുള്ളത്. ചില കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കും, ഈ ലൈൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനും നോക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എടോ എ എന്ന് പറഞ്ഞ സമയത്ത് അവൻ്റെ പൊസിഷൻ എത്രയാ? 20 മീറ്റർ അല്ലേ? അതാണ് അവൻ്റെ ഇനീഷ്യലി ഉണ്ടായിരുന്ന പൊസിഷൻ. 20 മീറ്ററിലാണ് ഇനീഷ്യലി ഉള്ളത് അല്ലേ? ബി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അവൻ്റെ പൊസിഷൻ എത്രയാ? 50 മീറ്റർ അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് 20 നിന്ന് 50ലേക്കുള്ളതാണ് അവൻ്റെ ഡിസ്പ്ലേസ്മെന്റ്. 20 മീറ്ററിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, 50 മീറ്ററിലായിരുന്നു പിന്നീടുള്ളത്. 20 നിന്ന് 50ലേക്ക് എത്രയാ? 30. സോ ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രോം എ ടു ബി 30 മീറ്റർ. ജസ്റ്റ് ഇതാ എയിൽ എവിടെയാ നോക്കുക, ബിയിൽ എവിടെയാ നോക്കുക, അതിന്റെ വ്യത്യാസം നോക്കിയാൽ മതി അല്ലേ? 20 നിന്ന് 50ലേക്ക് 30 അല്ല 50 - 20 അങ്ങനെ ചെയ്താലും 30 കിട്ടുക. എനിവേ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഇസ് എ ടൈം ടേക്കൺ ബൈ ദ കാർ ടു ട്രാവൽ ഫ്രം എ ടു ബി? എ എന്ന് ബിയിലേക്ക് പോകാനുള്ള സമയം എത്രയാണ്? അപ്പോൾ വീണ്ടും എയിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള സമയം 4 സെക്കൻഡാണ്, ബിയിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള സമയം 10 സെക്കൻഡാണ്. അപ്പോൾ എ എന്ന് ബിയിലേക്ക് പോകാൻ 4 സെക്കൻഡിൽ നിന്ന് 4-ാം സെക്കൻഡ് 10-ാം സെക്കൻഡിലേക്ക് 6 സെക്കൻഡ്. സോ ആ ഗ്യാപ്പാണ് നോക്കേണ്ടത്. അപ്പോൾ ഗ്യാപ്പ് എത്രയാ? 6 സെക്കൻഡ് സിമ്പിളായിട്ട് കിട്ടി. അങ്ങനെയാണ് അതിൻ്റെ വെലോസിറ്റി എന്താണ്, പ്രവേഗം എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് എസ് ടൈം ടി എന്നൊക്കെ നമുക്ക് എഴുതാം. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? എ എന്ന് ബിയിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 30 എ എന്ന് ബിയിലേക്കുള്ള ടൈം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 6. 30/6 എത്ര? 6 × 5 അല്ലേ 30. സോ ആൻസർ ഇസ് 5. വെലോസിറ്റി ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം, ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ ടൈം കണ്ടുപിടിക്കണം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്യാൻ പരിപാടി തീർന്നു. ഇത് കുറച്ച് ലെവൽ കൂടിയ ചോദ്യമാണ്. പരീക്ഷ ടഫായി വരികയാണെങ്കിൽ ഈ ലെവലൊക്കെ ചോദിക്കുള്ളൂ. എന്നാലും നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കാം. ഓക്കെ, അതിനാണല്ലോ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ് ഒരു ഗ്രാഫ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗ സമയം ഗ്രാഫ്. നിങ്ങൾ കേസ് ഇതുപോലെ തന്നെ ടൈം ഇവിടെ ഉണ്ടാവും, ടൈം താഴെ ഉണ്ടാവും, സമയം താഴെ ഉണ്ടാവും. മുകളിൽ പൊസിഷന് വരെ ഇവിടെ എന്തായിരിക്കും ഉണ്ടാവും? വെലോസിറ്റി, പ്രവേഗമായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇവന് വെലോസിറ്റി എന്ന് ആദ്യം 0 ആയിരുന്നു, പിന്നെ 2-ാമത്തെ സെക്കൻഡ് ആയപ്പോഴത്തേക്കും 20 ആയി, പിന്നെ 3-ാം സെക്കൻഡ് ആയപ്പോഴത്തേക്കും 40, പിന്നെ 4-ാമത്തെ മുതൽ 10-ാം സെക്കൻഡ് വരെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. 40 ഇങ്ങനെ എന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റിയിൽ പോകണം. ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. വെലോസിറ്റി ടൈം ഗ്രാഫ് 3 നിങ്ങൾ പഠിച്ചു വെക്കുക. നേരെയുള്ള ഗ്രാഫ് ആണെങ്കിൽ വെലോസിറ്റി മാറുന്നില്ല, കോൺസ്റ്റന്റ് വെലോസിറ്റി അഥവാ യൂണിഫോം വെലോസിറ്റിയാണ്, സമപ്രവേഗമാണ്. ഇങ്ങനെ മുകളിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഓക്കെ, ആക്സിലറേഷൻ എന്താണ്? സമത്വരണമാണ്. വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ കോൺസ്റ്റന്റ് ആയിട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും ഉണ്ടാവും, സമത്വരണം ആയിരിക്കും ഉണ്ടാവും. എന്നാൽ മുകളിലേക്കോ താഴേക്കോ വളഞ്ഞിട്ടാണെങ്കിൽ അതെന്തായിരിക്കും? നോൺ യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും, ആ സമത്വരണം ആയിരിക്കും. അതിനെ പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ള പരീക്ഷയിൽ ചോദിക്കാൻ പോകുന്നില്ല. പരീക്ഷയിൽ ഇങ്ങനെ ചോദിക്കും, വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് ചോദിക്കും. ഇത് എന്ത് ടൈപ്പ് വെലോസിറ്റി ആണ്? യൂണിഫോം വെലോസിറ്റി ആണോ? നോൺ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ ആണോ, അല്ലെങ്കിൽ നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണോ, സമത്വരണമാണോ, അസമത്വരണമാണോ? അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൂടെ കൊടുക്കുക. ഈ താഴെയുള്ള സാധനമൊന്നും നിങ്ങൾ ഓർത്തോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഗ്രാഫിൻ്റെ ടൈപ്പ് പഠിച്ചു. ഇനി ഗ്രാഫ് ബേസ്ഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുമ്പം അത് ചെയ്യാൻ വേണ്ടി 2 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാം, യു കണ്ടുപിടിക്കാം, ഫൈനൽ വെലോസിറ്റി ഇത് ഇവിടെ ഉണ്ടാവും. അപ്പോൾ യുവും വിയും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ടൈമും കണ്ടുപിടിക്കാം. ദ ഇനീഷ്യൽ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, ഫൈനൽ ഇവിടെയാണല്ലോ, ഈ ഗ്യാപ്പാണ് ടൈം ടി. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ കണ്ടുപിടിച്ചൂടെ? എ ഈസ് ഈക്വൽ ടു വി ഇതാ ഇവിടെ ഉണ്ടാവും, യു അതാ ഇവിടെ താഴെ കിടപ്പുണ്ടാവും, ടൈം എന്താ? ഈ ഗ്യാപ്പാണ് ടൈം. അപ്പോൾ വി - u/t ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിളാണ്, അതിലൊരു കോംപ്ലിക്കേഷനും ഇല്ല. ഇതുകൂടാതെ ഈ ഗ്രാഫിൻ്റെ കീഴിൽ ഉണ്ടാവുന്ന ഏരിയ, പരപ്പളവ്, ഈ ഷേപ്പിൻ്റെ ഏരിയ നിങ്ങൾക്ക് കിട്ടിയാൽ, നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. കാരണം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ കീഴിലുണ്ടാകുന്ന ഏരിയ, പരപ്പളവ് എന്താണോ? ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുള്ള കാര്യം, സ്ഥാനാന്തരം ആണെന്നുള്ള കാര്യം പഠിച്ചു വെക്കാം. ഇത് ബേസ്ഡ് ആയിട്ട് പരീക്ഷയിൽ എന്തായാലും ചോദ്യങ്ങൾ വരും. നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാം. ഫ്രം ദി ഗ്രാഫ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ വെഹിക്കിൾ ബിറ്റ്വീൻ 4th and 10th സെക്കൻഡ്. 4-ാമത്തെ സെക്കൻഡിയും 10-ാം സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിൾ. ഡിസ്പ്ലേസ്മെന്റ് എന്തായിരുന്നു? ഈ ഗ്രാഫിന്റെ കീഴിലുണ്ടാവുന്ന ഏരിയ.
അപ്പോൾ 4-ാം സെക്കൻഡിനെയും 10-ാം സെക്കൻഡിനെയും കീഴിലുണ്ടാകുന്ന ഏരിയ ഈ സാധനത്തിൻ്റെ ഏരിയ അങ്ങോട്ട് കണ്ടുപിടിച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയി. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ഈക്വൽ ടു ഏരിയ അഥവാ പരപ്പളവ് ആരുടെ ഏരിയ, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി. എത്രയാണ് നീളം? 4-ന്ന് 10-ലേക്ക് 6, അത് നമ്മളെ ലെങ്ത് ആയിട്ട് എടുത്തു. ബ്രെഡ്ത്ത് ഇതായിട്ട് എടുക്കാം. ഇത് എത്രയാണ്? ഇതിങ്ങനെ കണ്ടുപിടിക്കുക. എടോ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ, 0-ന്ന് 40-ലേക്ക് 40 വരിക. കഴിഞ്ഞ പരിപാടി. 6 × 4 24, ഒരു 0 കൂടെ 240 മീറ്റർ ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കഷ്ടപ്പാടും ഇല്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ടൈം ഇൻ്റർവൽ എന്താ ചോദിച്ചത്, ആ അവിടെ ഒരു ഗ്രാഫ് ഉണ്ടാവില്ലേ, 4-ഉം 10-ൻ്റെ ഇടയിലുള്ള ചോദിച്ചത്, ആ ഗ്രാഫിൻ്റെ കീഴിലുള്ള ഏരിയ എടുക്കുക, പരിപാടി തീർക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം 0 to 4 seconds? 0 to 4 seconds എന്ത് ചെയ്യുക? 0 seconds to 4 seconds ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതല്ലേ 0 to 4 seconds ഉള്ള ഗ്രാഫ്, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് വെക്കുക. ഹാഫ് ബി എച്ച് ഉപയോഗിക്കുക. ഹാഫ് ഇൻറ്റു ബി എത്രയാണ്? 4 ആയിരിക്കും വരിക. ഹൈറ്റ് എത്ര വരിക? 40 ആയിരിക്കും വരിക. 4 × 40 160, 160/2 ഹാഫ് ബി എച്ച് ആണല്ലോ, അപ്പോൾ 80. ചെയ്ത് നോക്കുക, ആൻസർ കിട്ടിക്കോളൂ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ചോദ്യം പരീക്ഷയിൽ ചോദിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അത് തന്നെയാണ് അടുത്ത സ്ലൈഡിൽ ഓൾറെഡി ഉള്ളത്. അപ്പോൾ നിങ്ങളത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവും, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വാട്ട് ഈസ് ആക്സിലറേഷൻ ഓഫ് ദ വെഹിക്കിൾ ബിറ്റ്വീൻ 4 seconds and 10 seconds? 4-ാമത്തെ സെക്കൻഡിനും 10-ാം സെക്കൻഡിലുള്ള ആക്സിലറേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. ത്വരണം 0 ആയിരിക്കും. കാരണം എന്താ? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ ആക്സിലറേഷൻ 0 ആണ് 4-ാമത്തെ സെക്കൻഡിനും 10-ാം സെക്കൻഡിനും ഇടയിൽ. കാരണം എന്താ? വെലോസിറ്റി ഇത്ര 40 തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എക്സാമിൽ ഇത് ഈസി ക്വസ്റ്റൻ ആയിരുന്നു. എക്സാമിൽ കുറച്ച് ഡിഫിക്കൽട്ട് ചോദ്യം ചോദിക്കാം. വാട്ട് ഈസ് ആക്സിലറേഷൻ ബിറ്റ്വീൻ 0 second and 4 second? 0 സെക്കൻഡിനും 4 സെക്കൻഡിലുള്ള ആക്സിലറേഷൻ വെച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിൾ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു v - u/t. പറയടോ, 0 സെക്കൻഡിനും 4-ാം സെക്കൻഡിലുള്ള v എത്രയാ? ഫൈനൽ വെലോസിറ്റി എത്രയാ? ഫൈനൽ വെലോസിറ്റി ഇതായിരിക്കും ഉണ്ടാവുക, 40 അല്ലേ? അവസാനത്തെ വെലോസിറ്റി 40 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഇതാ ഇവിടെ കിടക്കുന്ന സാധനമാണ്, ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി 0 ഡിവൈഡ് ബൈ വാട്ട് ഇസ് ടൈം? ഈ 0-ൻ്റെ 4-ാമത്തെ സെക്കൻഡ് ഇടയിലല്ല ചോദിച്ചിരിക്കുന്നത്, 4 സെക്കൻഡ് ടൈം അല്ലേ? 0 4 തമ്മിലുള്ള ഗ്യാപ്പ് 4 ആണ്. 4 പരിപാടി തീർക്കുക. 40 - 0 40 തന്നെ, ഡിവൈഡ് ബൈ 4. 4 × 2 40, 10 m/s². അപ്പോൾ ആക്സിലറേഷൻ ചോദിച്ചാലും ഒന്നുമില്ല, ഏതെങ്കിലും ടൈം ഇൻ്റർവെല്ലിൻ്റെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവിടുത്തെ വി ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കുക, ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കുക, ടൈം കണ്ടുപിടിക്കുക, ഡിവൈഡ് ചെയ്ത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ലെവൽ കൂടിയ ചോദ്യമാണ്. പരീക്ഷയിൽ വരാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. വന്നാലും നിങ്ങൾ ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ടായി കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്. ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷനിലേക്ക് പോവാം, വിച്ച് ഈസ് ഇക്വേഷൻ ഓഫ് മോഷൻ. ചാപ്റ്ററിൻ്റെ പേര് ഇവിടെയാണ് വരുന്നത്, ഇക്വേഷൻ ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ. ഇനിയാണ് നമ്മൾ അവസാനം പഠിക്കാൻ പോകുന്നത്. ചെറിയ ടോപ്പിക്കാണ്, അതോടെ കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. ഫസ്റ്റ് ഈ 3 ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കുക, വേറെ വഴിയൊന്നുമില്ല. v = u + at, s = ut + rvd², v² = u² + 2s. എല്ലാ ടേംസും നിങ്ങൾക്ക് അറിയാം. v ഫൈനൽ വെലോസിറ്റി, u ഇനീഷ്യൽ വെലോസിറ്റി, a ആക്സിലറേഷൻ, d ടൈം, ഡിസ്പ്ലേസ്മെന്റ് s. വേറെ ഒന്നും പുതിയതായിട്ടില്ല. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചുള്ള ചോദ്യം 100% എക്സാമിന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അതോടെ തീർന്നു, ചാപ്റ്ററും തീർന്നു. ബൈക്ക് ഈസ് മൂവിങ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 5 m/s. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, യു തന്നിരിക്കുന്നത്. ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട് 4 സെക്കൻഡിലേക്ക്. ഫൈൻഡ് ഇറ്റ്സ് ഫൈനൽ വെലോസിറ്റി, v ആണ് വേണ്ടത് അല്ലേ? ഒരു ബൈക്ക് 5 m/s ആണ് ആദ്യത്തെ വേഗത അല്ലേ, ആദ്യത്തെ പ്രവേഗം സഞ്ചരിക്കുന്നു. അത് 2 m/s² ത്വരണത്തിൽ 4 സെക്കൻഡ് സഞ്ചരിക്കുന്നു. ടൈം തന്നിട്ടുണ്ട്. ബൈക്കിൻ്റെ അന്തിമ പ്രവേഗം അല്ലെ അന്ത്യപ്രവേഗം കണ്ടുപിടിക്കണം, ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. എന്ത് ഇക്വേഷൻ ഉപയോഗിക്കും? ആദ്യം തന്നാലുള്ള എഴുതി നോക്കി, u = 5 m/s, ആക്സിലറേഷൻ = 2 m/s², യൂണിറ്റ് എഴുതണേ. ടൈം = 4 സെക്കൻഡ്സ്. വേണ്ടത് v ആണ്. ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? ഫസ്റ്റത്തെ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ പോരെ, v ആണ് വേണ്ടത്. യും എയും ടിയും തന്നിട്ടുണ്ട്, പരിപാടി തീർക്ക്. v = u + at ഉപയോഗിച്ച് പരിപാടി തീർക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ. v = u + at, u എത്രയാ 5, a എത്രയാ 2, ടൈം എത്രയാ 4. ദാറ്റ് ഈസ് 5 + 4 × 2 8, 5 + 8 13 m/s. കഴിഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. വെറുതെ തന്ന കാര്യങ്ങൾ എഴുതി വെക്കുക, എന്നിട്ട് ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കുക. മിക്ക സമയത്തും ഫസ്റ്റ് ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ പരിപാടി തീരും. അപ്പോൾ അതന്നെ ഉപയോഗിച്ച് തീർക്കാൻ പറ്റും, അതന്നെ ഉപയോഗിച്ച് തീർക്കാം. ക്ലിയർ ആണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിനെ കുറച്ചുകൂടി ലെവൽ കൂടിയ രീതിയിൽ പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, a body starts from rest and acquires a velocity of 20 m/s in 2 seconds and 40 m/s in 6 seconds. What is the displacement of the object during this time interval? അപ്പോൾ ഈ റെസ്റ്റ് എന്നുള്ള കാര്യം അവിടെ നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കുക. 2-ാമത്തെ സെക്കൻഡിൽ ഇവൻ്റെ വെലോസിറ്റി എത്രയാണ്? 20 m/s എന്നുള്ള കാര്യവും.
6ാമത്തെ സെക്കൻഡിൽ ഇവൻ്റെ വെലോസിറ്റി എത്രയാ 40 ആണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുക. ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ അവൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ ഒരു ടൈം ഇൻ്റർവെല്ലിൽ 2ൻ്റെയും 6ൻ്റെയും ഇടയിലുള്ള ടൈം ഇൻ്റർവെല്ലിൽ അവൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ഇതാണ് ചോദ്യം. ഓക്കെ, ഈ റെസ്റ്റ് എന്നുള്ള കാര്യം ടെക്സ്റ്റ് ബുക്കിൽ അവർ വെറുതെ കൊടുത്താണ്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി എന്നാൽ ചെയ്തോ. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഫൈനൽ വെലോസിറ്റി ഒന്നല്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലേ, ഈ ഒരു S = UT + RV² ഉപയോഗിക്കാം. ചെറിയ പ്രശ്നമുണ്ട്, എ കണ്ടുപിടിക്കണം, നല്ലത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ടൈം തന്നിട്ടുണ്ട് അല്ലേ, ടൈം എന്താണ് ഇതിൻ്റെ ഇടയിലെ ടൈം നമുക്ക് കണ്ടുപിടിക്കാം, സിമ്പിളാണ്. പക്ഷേ ആക്സിലറേഷൻ അവർ തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. A = V - U/T ഉപയോഗിച്ച് പരിപാടി തീർക്ക് അല്ലേ. അപ്പോൾ V എത്രയാ? ഫൈനൽ വെലോസിറ്റി 40, 40 സിമ്പിൾ. മൈനസ് U എത്രയാ? ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? 20. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ ഒരു ചെറിയൊരു ചാൻസ് ഉണ്ട്, നിങ്ങൾ 0 ഒക്കെ എടുക്കാൻ വേണ്ടി റെസ്റ്റ് എന്നല്ല തുടങ്ങുന്നത്, അത് ചെയ്യരുത്. കാരണം ഇവിടെ 20 m/s 2 സെക്കൻഡിലും 40 m/s 6 സെക്കൻഡ്സിലും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി 20 ആയിട്ട് എടുക്കണം, ആ കാര്യം വിട്ടുപോകണ്ട. ടൈം എന്താ എടുക്കുക? മിക്ക കൂടുതലും 6 എന്നങ്ങ് എടുക്കും. മക്കളെ മനസ്സിലാക്കാൻ, ടൈം എന്ന് പറഞ്ഞാൽ ഫൈനൽ ടൈം അല്ല, ടൈം ഇൻ്റർവെല്ലാണ്, ഗ്യാപ്പാണ്. 2 സെക്കൻഡ് 6 സെക്കൻഡുള്ള ഗ്യാപ്പ് എത്രയാ? 4 സെക്കൻഡാണ്. 6 - 2 4 സെക്കൻഡാണ് അല്ലേ. ആ 4 നിങ്ങൾ എടുക്കേണ്ടത്. 40 - 20 20 20 - 4 4 × 5 ആണ് 20. സോ ദി ആൻസർ ഈസ് 5 m/s² ആണ് ആക്സിലറേഷൻ കിട്ടുക. ആക്സിലറേഷൻ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഒന്നും ആലോചിക്കേണ്ട, നേരെ ഇത് ബൈഹാർട്ട് പഠിച്ചു വെക്കുക, അത് ഉപയോഗിക്കുക, പരിപാടി തീർക്കുക, അത്രേ ഉള്ളൂ. ഒറ്റയടിക്ക് ഇനി തീർക്കാവുന്നതാണ്. S = UT + RV² എന്ന് എഴുതി വെക്കുക. S = UT + RV² എല്ലാം വൃത്തിക്ക് ഇട്ട് കൊടുക്കുക. U എത്രയാടോ? U എത്രയാ? 20 ആണ്. 20 × ടൈം 4 ആണെന്ന് മറക്കല്ലേ, പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 5 m/s² ആണ്. 5 × ടൈം വീണ്ടും 4 ആണ്. 4ൻ്റെ സ്ക്വയർ എടുക്കാൻ മറക്കണ്ട, കാരണം T² ആണ്. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നുള്ളൂ അല്ലേ. 4 × 2 8, 0 കൂടി ചേർത്ത് 80. പിന്നെ ഇവിടെ എത്ര വരിക? ഹാഫ് ഇൻറ്റു, ഒരു കാര്യം ചെയ്ത് 16 അല്ലേ വരിക, 4ൻ്റെ സ്ക്വയർ 16 വരും. ഹാഫ് ഇൻറ്റു 16 എത്രയാ? 8 ആണ് വരിക. 8 × 5 ഒറ്റയടിക്ക് ചെയ്യുക 40. ദി ആൻസർ ഈസ് 80 + 40 120 മീറ്റർ എന്ന് കിട്ടിയാൽ പരിപാടി തീർന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യൂമറിക്കൽ പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ ചെയ്തോ. ഇനി നമ്മൾ ഈ ഉപയോഗിക്കാത്തൊരു ഇക്വേഷൻ ഉണ്ട്, അതും കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. കാരണം ഏത് വരും എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഏതെങ്കിലും ഒന്ന് വരും ഉറപ്പാണ്. ആൻ ഒബ്ജക്റ്റ് ഫോൾസ് ഡൗൺ ഫ്രം റെസ്റ്റ് എന്നാണ് വീഴുന്നത്. അപ്പം തന്നെ മനസ്സിലാക്കുക U = 0 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇവിടെ വേറെ ടൈമുകൾ പരിപാടിയൊന്നുമില്ല. ആൻഡ് മൂവ്സ് വിത്ത് ആക്സിലറേഷൻ ഓഫ് 10 m/s². അപ്പോൾ ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 10 m/s². അപ്പോൾ ആദ്യം തന്നെ കാര്യങ്ങൾ എഴുതി വെക്കുകയാണെന്നല്ല, അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല. ഹിറ്റ്സ് ദ ഗ്രൗണ്ട് വിത്ത് എ വെലോസിറ്റി 20. അപ്പോൾ ഫൈനൽ വെലോസിറ്റി 20 മനസ്സിലായി, നിലത്ത് ഇടിക്കുമ്പോൾ വെലോസിറ്റി കിട്ടി. വാട്ട് ഹൈറ്റ് ഡസ് ദി ബോൾ ഫോൾ ഫ്രം? അപ്പോൾ ഏത് ഹൈറ്റിൽ നിന്നാണ് ബോൾ താഴേക്ക് വീഴുന്നത്? ദാറ്റ് ഈസ് ബേസിക്കലി ഇവൻ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് സഞ്ചരിച്ചു അതായിരിക്കും ഹൈറ്റ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നവർ. ഇനി ഇവിടെ ഒന്നെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? S = UT + RV² ഉപയോഗിക്കാം. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് S = UT + RV² ആണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഇക്വേഷൻ വായിച്ച് നോക്കിയാൽ ഒന്നും തന്നിട്ടില്ല അല്ലേ. ആക്സിലറേഷൻ തന്നിട്ട് ടൈമൊന്നും കിട്ടിയിട്ടില്ല. ടൈമൊന്നും ഇല്ലാണ്ട് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഇക്വേഷൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? U 0 എന്ന് പറഞ്ഞിട്ടുണ്ട്, V അവർ തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. S മാത്രമേ ഇല്ലാത്തുള്ളൂ, കണ്ടുപിടിക്കാം. ഒരാൾ മാത്രമേ ഇല്ലാത്തുള്ളൂ, എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പം അത് ഉപയോഗിക്കാൻ പരിപാടി തീർക്കുക. V² = U² + 2S ഉപയോഗിക്കുക, പരിപാടി തീർക്കുക. വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ തീരും. V² എത്രയാ? V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി 20 ആണ്, 20ൻ്റെ സ്ക്വയർ. U² എത്രയാ? U 0 ആണ്, റെസ്റ്റ് എന്നാണ് വീഴുന്നത്, അപ്പോൾ 0ൻ്റെ സ്ക്വയർ. പ്ലസ് 2 × ആക്സിലറേഷൻ എത്രയാ? 10 × ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ? അതല്ലേ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്, ആ ഹൈറ്റ് അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്. 20² 20 × 20 എന്ന് എഴുതി വെച്ചേക്കാം, ഇപ്പം ചെയ്യാൻ നിൽക്കണ്ട. 0² എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. 2 × 10 എത്രയാ? 20, പിന്നെ ഒരു S ഉണ്ടാവും. നമുക്ക് വേണ്ടത് ഈ S ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വേണ്ടത്. ഈ 20ന് അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടെ. അപ്പോൾ S = എന്ത് കിട്ടും? അപ്പുറത്ത് 20 × 20 മുകളിലുണ്ടാവും. ഈ 20 ഇവിടെ ഇൻറ്റു ആയിട്ട് മുകളിലാണ് നിൽക്കുന്നത്, പക്ഷേ അപ്പുറത്തേക്ക് പോകുമ്പോൾ താഴെ പോകേണ്ടി വരും അല്ലേ. അപ്പോൾ അവൻ താഴേക്ക് പോകും, 20 ബാക്കി കട്ടാവും. 20 മീറ്റർ ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് 20 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഇവൻ നിലത്തേക്ക് വീഴുന്നത്. അവൻ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും അവൻ്റെ ഹൈറ്റ് എന്നാണ് ഇതിൻ്റെ ലോജിക്ക്. 3 ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചു, 3 ക്വസ്റ്റ്യൻ നോക്കി. ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ചോദ്യം പരീക്ഷയിൽ എന്തായാലും വരും എന്ന് മാത്രമല്ല, നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്.
ആകെ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്നതും ചെയ്താൽ എന്തെങ്കിലും ഗുണമുള്ളത് എന്താണ്, നമ്മുടെ ആപ്പ് എടുക്കുക എക്സാമിനറിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ് കാണണമെന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ടോപ്പിക് വൈസ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. പക്ഷേ അതിനുള്ള സമയം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് സമയം ഉണ്ടാക്കി ചെയ്യാൻ പറ്റുന്നതാണ്, ഈ ക്വസ്റ്റ്യൻസ് കോർണറിൽ പോയി കഴിഞ്ഞാൽ 3 വീഡിയോസ് ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്കിലെ ലെറ്റ് സെക്ഷനിലെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ സോൾവ് ചെയ്യുന്നുണ്ട്. അതിൽ ഗ്രാഫൊക്കെ ആക്ച്വൽ ഗ്രാഫ് പേപ്പറിൽ നിങ്ങൾക്ക് പേപ്പർ കിട്ടുമ്പോൾ അത് വരയ്ക്കാനൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. മൾട്ടിപ്പിൾ ഗ്രാഫ്സ്, എനിക്ക് 3-4 ഗ്രാഫെങ്കിലും ചോദ്യങ്ങൾ മൊത്തത്തിലുണ്ടാവും. പിന്നെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ, ആക്ച്വലി എക്സാമിൽ വന്ന ചോദ്യങ്ങൾ 2025, 26, 24, 25 കംപ്ലീറ്റ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ ഉണ്ടാവും. ഓണപരീക്ഷ, ക്രിസ്മസും, പബ്ലിക് എല്ലാം കൂടി വെച്ച് അവിടെ ചെയ്തിട്ടുണ്ട് ആക്ച്വൽ എക്സാമിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഈ സാധനം കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. പരീക്ഷയ്ക്ക് ഫുൾ മാർക്കിൽ കുറഞ്ഞ 1 മാർക്ക് പോലും നിങ്ങൾ ഉദ്ദേശിക്കേണ്ട. കാരണം അത്രയും എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ പ്ലസ് ഈ ഒരു ക്വസ്റ്റ്യൻസിനെ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ബാച്ചിൽ ഓൾറെഡി ഉള്ളവർക്ക് ഇത് ഓൾറെഡി ആക്സസ് ഉണ്ടാവും. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്തവരൊന്നും ചെയ്യുക, ചെയ്തവർ ഒന്ന് റിവൈസ് ചെയ്തേക്കുക. അതോടെ ഫുൾ മാർക്ക് കിട്ടാനുള്ള അല്ലെ മിനിമം A+ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ആ ലെവലിൽ നിങ്ങൾ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓൾറെഡി ബാച്ചിൽ ഇല്ലാത്തവർ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ വേണേൽ ബാച്ചിൻ്റെ ഓഫറൊക്കെ ബേസിൽ അങ്ങോട്ട് ജോയിൻ ചെയ്തേക്കുക. നിങ്ങൾക്ക് എന്താണ് കംപ്ലീറ്റ് കണ്ടന്റ് എന്നാണ് അടിപൊളിയായിട്ട് ഓഫർ ഫീസും കൂടി ബേസ് എന്ത് ചെയ്യുക പഠിക്കാം. ഇതൊരു ചാപ്റ്ററിൽ മാത്രമല്ല, എല്ലാ ചാപ്റ്ററിലെയും എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് എന്താണ് ഈ രീതി കിട്ടും. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യലിൻ്റെ ഒക്കെ ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ടോപ്പിക് വൈസ് ക്ലാസ്സും എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും അല്ലേ. നിങ്ങൾ എക്സ്ട്രാ കാര്യമായ എഫേർട്ട് ഒന്നും എടുക്കണ്ട. എത്രയാണ് 20 മിനിറ്റ് ഒരു മണി അല്ലേ, ഇത് മാത്രം 1 മണിക്കൂർ, ഒരു 1.5 മണിക്കൂർ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ എന്ത് ചോദിച്ചാലും ഉത്തരം പറയാൻ പറ്റുന്ന ലെവലാവും. അപ്പോൾ അത് അതിൻ്റെതായ ഗുണം ഉണ്ടാവും നിങ്ങൾക്ക്. അത് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എനിവേ, വി ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദിസ് ചാപ്റ്റർ. ഒരു 35 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ട് പഠിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്റർ എന്ത് വന്നാലും ഉത്തരം കൂടെ കൊടുത്തേക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്.